മൈ യൂട്യൂബ് ചാനൽ. കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാൻ ചെറിയ റെസ്റ്റിലായിരുന്നു. ലേശം സൗണ്ട് കുറച്ച് സംസാരിക്കാവേ, കാരണം ഇസു നല്ല ഉറക്കത്തിലാണ്. അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെലിവറി വിശേഷം തന്നെയാണ്. സോ സ്കിപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. എൻ്റെ വിശേഷമൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഐ ജസ്റ്റ് ലവ് ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു, 40 ആഴ്ചയായിട്ടും ഇസുവിന് വരാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിൻ്റെ 40 ആഴ്ചകൾ കടന്നുപോയി. 41 ആഴ്ചയായി. എന്നിട്ടും എനിക്ക് ലേബർ പെയിൻ ഒന്നും വന്നില്ല. സോ ഞങ്ങൾക്ക് ആ കടുത്ത ഡിസിഷൻ എടുക്കേണ്ടി വന്നു. ലെറ്റ്സ് ഗോ ഫോർ എ പ്ലാൻഡ് സി സെക്ഷൻ. ഇതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. എങ്ങനെയായാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടാൽ മതി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി ഞാൻ. ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ 40 വീക്സ് ആയിട്ടും പെയിൻ വന്നില്ലെങ്കിൽ അവർ സി സെക്ഷൻ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പെയിൻ ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ അവർ 42 വീക്സ് വരെ മോണിറ്റർ ചെയ്യും. സോ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നോട് സംസാരിക്കുന്നവരുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും കുഞ്ഞ് വരാത്തത് കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇനി കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും എന്നായിരുന്നു. പിന്നെ ചിലർ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം അതെന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ട്സ് ആയി. പക്ഷെ എൻ്റെ മമ്മിയുടെ മുഖത്ത് ആദ്യം തൊട്ടേ സ്ഥായിയായിട്ട് സങ്കടഭാവമായിരുന്നു. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനമെടുത്തു, സി സെക്ഷൻ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് അവരെ ഇൻഫോം ചെയ്തു ഞങ്ങൾക്ക് പ്ലാൻഡ് സി സെക്ഷന് പോകാനാണ് താല്പര്യം എന്ന്. അവർ പറഞ്ഞു ഇതിപ്പം കുറച്ച് ഡിലേ ആയി, പ്ലാൻഡ് സി സെക്ഷനൊക്കെ ചെയ്യണമായിരുന്നെങ്കിൽ 39 വീക്സിലേ ചെയ്യണമായിരുന്നു എന്ന്. നമ്മളിപ്പം വിചാരിക്കുന്നില്ലല്ലോ നമുക്ക് പെയിൻ വരുന്നില്ല, ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പുഷ് ചെയ്തു. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സി സെക്ഷൻ അവർ റെക്കമെൻഡ് ചെയ്തതേ ഇല്ല. പക്ഷെ ഞാനും മാക്സിനും ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. സോ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിറ്റേന്ന് സി സെക്ഷൻ നടത്താൻ വേണ്ടി അവർ ഞങ്ങൾക്കൊരു സ്ലോട്ട് തന്നു. എന്നെക്കൊണ്ടൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിച്ചു, ബ്ലഡ് ടെസ്റ്റ്, കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ സർജറിക്ക് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു ലീഫ്ലെറ്റും തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ട്വിസ്റ്റ്. എല്ലാം പ്ലാൻ ചെയ്ത് വീട്ടിലെത്തിയപ്പം എനിക്ക് കലശലായ പെയിൻ. ആദ്യമൊക്കെ ആ വേദന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയിട്ടോ. പിന്നെ ആ വേദന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടായി. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പം ഹോസ്പിറ്റലിൽ വിളിച്ചു. അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. കാരണം പിറ്റേന്ന് എനിക്ക് എന്തായാലും സർജറി പ്ലാൻ ചെയ്തേക്കുവാണല്ലോ. രാത്രി മുഴുവൻ അവരെന്നെ മോണിറ്റർ ചെയ്തു. എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നു. പക്ഷേ ഈ പെയിൻ കില്ലേഴ്സ് ഒന്നും എന്നെ ഏശാത്ത പോലെ എനിക്ക് തോന്നി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 6 മണിയായപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടാനുള്ള ഡ്രസ്സ് എനിക്ക് മാക്സിനും അവർ കൊണ്ടു തന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഡ്രിപ്പ് വിട്ടു. രാത്രി മുഴുവൻ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുടെ ഉറക്കമൊക്കെ കണക്കായിരുന്നു. രാവിലെ 9 മണിയാകുമ്പോൾ ഡോക്ടർ വരും. ഡോക്ടർ വന്ന ഉടനെ തന്നെ സർജറി നടത്തും. ഈ ഒരു പ്രതീക്ഷയിലാണ് പിടിച്ചു നിന്നത്. ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര പെയിൻ, സഹിക്കാൻ പറ്റാത്ത പെയിൻ. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്തെങ്കിലും ലീക്കായിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവാമെന്ന്. പക്ഷേ ഈ പെയിനിൻ്റെ ഒപ്പം എനിക്ക് കൊച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് അവർ പറഞ്ഞു വാ നമുക്ക് നോക്കാം,
കൊച്ചിൻ്റെ മൂവ്മെൻറ്റ്സ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. സോ എനിക്ക് കോൺട്രാക്ഷൻ്റെ പെയിൻ ആയിരുന്നു, പക്ഷെ സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല. എൻ്റെ സെർവിക്സ് വളരെ ഉള്ളിലാണ്. സോ അവർ ചോദിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നിട്ട് നമുക്ക് C-സെക്ഷനിലേക്ക് പോകാമെന്ന്. ഇൻഡ്യൂസ് ചെയ്താലും സെർവിക്സ് ഓപ്പൺ ആവാത്തത് കൊണ്ട് ഹൈ ചാൻസ് ആണ് എമർജൻസി C-സെക്ഷന്. അപ്പോൾ 2 പെയിനും കൂടി സഹിക്കണ്ടല്ലോ. ഇൻഡ്യൂസ് ചെയ്ത് അതിൻ്റെ പെയിനും പിന്നെ അത് സക്സസ് ആയില്ലെങ്കിൽ C-സെക്ഷൻ്റെ പെയിനും 2 സഹിക്കണ്ടല്ലോ, 1 സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻഡ് C-സെക്ഷൻ ചൂസ് ചെയ്തു. അപ്പം ഞാൻ റെഡിയാണ്. കണ്ടില്ലേ എന്തൊക്കെയോ സെറ്റപ്പ്. ടെൻഷനുണ്ട്, പക്ഷെ കുറച്ച് നേരത്തിനുള്ളിൽ ബേബീനെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ട്വിസ്റ്റ്. രാവിലെ ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഞാനിപ്പോൾ ലേബർ പെയിനിലാണ് ഉള്ളത്, പെട്ടെന്ന് തന്നെ നോർമൽ ഡെലിവറി ചെയ്യണമെന്ന്. നോർമൽ എങ്കിൽ നോർമൽ. ഞാൻ മടുത്ത്, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഓക്കെ, നോർമലിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ അവർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വാട്ടർ ബ്രേക്ക് ചെയ്യും, പിന്നെ എപ്പിഡ്യൂറിൽ തരും, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ. വാട്ടർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പം കൊച്ചിൻ്റെ തലയ്ക്ക് ചുറ്റും അവർക്ക് വാട്ടർ ഫീൽ ചെയ്യുന്നില്ല. വാട്ടറൊക്കെ എപ്പോഴോ ബ്രേക്ക് ആയിട്ടുണ്ട്. അതെനിക്കും മനസ്സിലായില്ല. രാത്രി മുഴുവൻ എന്നെ മോണിറ്റർ ചെയ്ത് മിഡ് വൈഫിനും മനസ്സിലായില്ല. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. അപ്പോൾ ഇനി വാട്ടർ ബ്രേക്ക് ചെയ്യണ്ട, എപ്പിഡ്യൂറിൽ തരാമെന്ന് അവർ ഡിസൈഡ് ചെയ്ത്. ഇതിൻ്റെ ഒപ്പം അവർ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി. അവരെന്നെ തിരിച്ചും മറിച്ചും ഒക്കെ കിടത്തി. എന്നിട്ടും അവളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആയില്ല. സോ അപ്പോഴത്തേക്കും ഡോക്ടർ ഡിസൈഡ് ചെയ്തു ലെറ്റ്സ് ഗോ ഫോർ എമർജൻസി C-സെക്ഷൻ. എന്നിട്ട് അവർ ആ അലാം സൗണ്ട് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഓടിക്കൂടി വന്ന് എൻ്റെ ബെഡോട് കൂടി ഉന്തിക്കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. മാക്സിനെ അവർ റൂമിൽ തന്നെ നിർത്തി. അവനോട് വരണ്ടാന്ന് പറഞ്ഞു. മാക്സിനോട് വരണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അവൻ്റെയും കയ്യിൽ നിന്ന് പോയി. അവൻ്റെ ചുറ്റും കുറേ ആൾക്കാരൊക്കെ കൂടി നിന്ന് അവനെ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഇവനോട് വരണ്ടാന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജനറൽ അനസ്തേഷ്യ ആണോ അതോ സ്പൈനൽ അനസ്തേഷ്യ ആണോ തരുന്നതെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ജനറൽ അനസ്തേഷ്യ തരുന്നെങ്കിൽ ഞാൻ അൺകോൺഷ്യസ് ആയിരിക്കും. ആ സമയത്ത് മാക്സിൻ എൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാൽ ഞാൻ അറിയത്തുപോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവനോട് വരണ്ടാന്ന് പറഞ്ഞത്. പിന്നെ അവർ ഡിസൈഡ് ചെയ്തു എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ തരാണെന്ന്. അതിൻ്റെ ഇടയിൽ അനസ്തേഷ്യ ചെയ്ത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ ഭയങ്കര പെയിനിലുള്ളതെന്ന് എനിക്കറിയാം, പക്ഷെ ഈ സമയത്ത് നിന്നേക്കാളും ഇമ്പോർട്ടൻസ് നീ കൊടുക്കേണ്ട നിന്റെ കുഞ്ഞിൻ്റെ ലൈഫിനാന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരുടെ മുഖത്തും ടെൻഷൻ. എല്ലാം അവരൊരു സ്പീഡിലാണ് ചെയ്യുന്നത്. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി എന്ന് പറയുന്നു. എനിക്കും ഇവരുടെ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ എനിക്കും ടെൻഷൻ. മാക്സിന് എൻ്റെ ഒപ്പമില്ല. ഓ മൈ ഗോഡ്, അവർ പെട്ടെന്ന് തന്നെ എനിക്ക് അനസ്തേഷ്യ തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാക്സിൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. 10-15 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ. അതിനുള്ളിൽ ഞാൻ പിന്നെ കാണുന്നത് ഈ കുഞ്ഞി കൈയാണ്. കൈയും പൊക്കിക്കൊണ്ടാണ് വന്നത്. ഹായ്, ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ലേ, അങ്ങനെയാണ് അവൾ വന്നത്. അയ്യോ, ആ മൊമെന്റ് ഒരു ടെൻഷൻ അടുപ്പിച്ചിട്ട് അവൾ വന്നേന്നറിയോ. അത് ഇത് അവസാനം എമർജൻസി C-സെക്ഷൻ. ഫോട്ടോ എടുത്തതൊക്കെ അവിടെ നിന്നിരുന്ന മിഡ് വൈഫാണ്. എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ 1-2 പേര് ചോദിച്ചായിരുന്നു പെയിൻ നീ എങ്ങനെ സഹിച്ച്, പെയിൻ ഇല്ലായിരുന്നോ, അവർക്കൊക്കെ പേടിയാന്നൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ പേടിത്തൊണ്ടിയാണ് ഞാൻ. ഈ എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. പെയിൻ ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, നല്ല പെയിൻ ഉണ്ട്. പക്ഷെ ആ കൈ കണ്ടപ്പോൾ ഉണ്ടല്ലോ പെയിനൊക്കെ പോയി. പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അനുഭവിച്ച പെയിൻ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. ആ പെയിൻ പോയി.